അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബീഡിങ്ങും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ലുക്ക് തോന്നുന്ന രീതിയിലുള്ള കൺട്രോൾസും കാര്യങ്ങളെല്ലാം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ബാക്ക് സൈഡ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളൊരു അതായത് കസ്റ്റം ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാനൽ തന്നെയാണ് അതും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കിവിടെ ഒരു RCA ഇൻപുട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് സബിന് വേണ്ടി ഒരു ബനാന സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്യൂസ് വിത്ത് ഒരു കമ്പ്യൂട്ടർ അസംബ്ലീസിൻ്റെ ഒക്കെ അഡാപ്റ്റർ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പവർ കോഡ് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് എവിടേക്കാനും ഷിഫ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് ആ കോഡൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ട് നടക്കാനും എല്ലാത്തിനും നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻസൈഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തൊന്ന് കാണാം. ഇത് പൂർണ്ണമായിട്ടൊരു ക്ലാസ് D ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളതിൽ. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. മാക്സിമം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്ലാസ് D ബോർഡ് വരുന്നത്, ആംപ്ലിഫയർ ബോർഡ് വരുന്നത്. ഇത് നമുക്ക് പെർ ചാനൽ 50 വാട്ട്സും സബിന് ഒരു 100 വാട്ട്സും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പോരാത്തിന് നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കപ്പാസിറ്ററും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന്, എന്നാലും ഒരു ഡിലേ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. കോപ്പർ വൈൻഡിങ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അസംബിയസ് വരുന്നത്. ഒരു 7.8 ആംപിയർ വരുന്ന അസംബീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാ ബോർഡുകളും എക്സ്ട്രീം ആമിൻ്റെ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫിൽറ്ററും പിന്നെ അതേപോലെ തന്നെ ബാസ്റ്റബിളും വരുന്നത്. പിന്നെ കൺട്രോൾസ് എല്ലാം തന്നെ നമ്മൾ എൽക്കോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കൺട്രോൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും PCB ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. RC സോക്കറ്റും വോളിയം കൺട്രോളിനെല്ലാം PCB ഇട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പകാരിയുടെ മൊഡ്യൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത് USB വേണ്ടിയിട്ട്. പിന്നെ ഇതിലൊരു VU മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമുക്ക് നോക്കാം.